Hello, we are back. Yeah. So, ഇന്ന് നമ്മൾ സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനലിൽ കൂടെ ഞങ്ങളുടെ ഫുഡ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫുഡ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എവിടെ പോവാം? ഞങ്ങൾക്ക് ഒരുപാട് ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പം എവിടെ പോവാം, എന്ത് കാണിക്കാം, നിങ്ങൾക്ക് ഏതൊക്കെ ഫുഡ് പരിചയപ്പെടുത്താം, ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയത്. നമുക്ക് പഴമേന്ന് സ്റ്റാർട്ട് ചെയ്തൂടെ? പഴമെന്ന് പറയുമ്പോൾ പഴങ്കഞ്ഞി. സോ ട്രിവാൻഡ്രത്ത് ഒരുപാട് പഴങ്കഞ്ഞി കടയുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു ഹിഡൻ ഏരിയ ആണ്. ഹിഡൻ പഴങ്കഞ്ഞി കിട്ടുന്ന സ്പോട്ടാണ്. ഓക്കെ, ഇവിടെ പഴങ്കഞ്ഞി മാത്രമല്ല, കപ്പയുണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ ഐറ്റം ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് സംസാരിച്ച് നിങ്ങളെ വെറുപ്പിക്കില്ല. നമുക്ക് ഒടുക്കത്തെ വിശപ്പുണ്ട്. കേരള ഫാസ്റ്റ് ഫുഡ്. ഓക്കെ, ഇവിടെ ദോശ, പുട്ട്, നാടൻ, പെരട്ട്, ചിക്കൻ ഫ്രൈ, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഉച്ചയ്ക്കാണ്. സോ ഉച്ചയ്ക്കായതുകൊണ്ട് പഴങ്കഞ്ഞി, കപ്പ, മീൻ കറി, ഒരു പൊടി പൊളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഒറ്റമുറി കടയാണ്. ഓക്കെ, പക്ഷെ ഒറ്റമുറി കടയെങ്കിൽ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഇവിടെ പഴങ്കഞ്ഞി ട്രൈ ചെയ്യാം. ഓക്കെ, ഇതാണ് പഴങ്കഞ്ഞി കട. ഇവിടെ അമ്മയുണ്ട്. അമ്മയുടെ പേര് ജയന്തി. പിന്നെ അമ്മയെ സഹായിക്കാൻ അമ്മയുടെ മോനുണ്ട് ജയേഷ്. പിന്നെ ഒരു മോനും കൂടി ഉണ്ടല്ലോ, മൂത്ത ഒരു ചേട്ടനും കൂടി ഉണ്ട്, ഒരാളും കൂടി ഉണ്ട്, രാജേഷ്. ഇവിടെ പാർസൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതാ അമ്മയ്ക്ക് പാർസൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്പർ കൊടുത്തേക്കാം. പാർസൽ ആവശ്യമുള്ളവർക്ക് വിളിക്കാം, എന്താ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ നമ്മൾ വന്ന കലാപരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഴങ്കഞ്ഞി കഴിക്കാം. ബാ, അതായിരിക്കണം പഴങ്കഞ്ഞി. എനിക്ക് ഒരുപാട് സംസാരിച്ച് സമയങ്ങളായില്ല, കാരണം വെച്ചാൽ മയ കൊതിയാവുക. സോ പഴങ്കഞ്ഞി സെറ്റ് ചെയ്ത വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ. കണ്ടില്ലേ, കപ്പയുണ്ട്, തൈരുണ്ട്, രസമുണ്ട്, മുളകുണ്ട്, ഉടങ്കല്ലു മുളകുണ്ട്. ഓക്കെ, ഉള്ളിയുണ്ട്, പിന്നെ കണ്ട ചമ്മന്തി നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ട്, ഉപ്പിലിടുണ്ട്, നല്ല ഉണക്കമീനുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ തൈര് മുളകുണ്ട്, പിന്നെ നമ്മുടെ ആശാൻ മീൻകറി ഉണ്ടോ, പൊളി. പിന്നെ വരുന്ന നമ്മുടെ മെയിൻ ഐറ്റം അയലക്കുട്ടൻ ഫ്രൈ. ജസ്റ്റ് കണ്ടേ, അടിപൊളിയല്ലേ? ശ്യാം മോനെ, സ്പൂണാ? സ്പൂണ്. പഴങ്കഞ്ഞി കുടിക്കുക, അതിൻ്റേതായ ഒരു ആചാരമുണ്ട്. കൈ ഇങ്ങനെ എടുക്ക്, എല്ലാത്തിനും ഒന്ന് ഇങ്ങനെ ഞവിടി ഈ മുളകെടുത്ത്, ഉടമ്പല് മുളകെടുത്ത് തൊണ്ടേ ഞവിടി. മെയിനായിട്ട് കാന്താരിയാണ്. കാന്താരി പൊടിച്ചില്ല പിന്നെ പഴങ്കഞ്ഞി ഫ്ലേവർ ഇല്ല. സമയം എടുത്ത് മിക്സ് ചെയ്യണം, ആസ്വദിച്ച് മിക്സ് ചെയ്യണം. ആഹാ, എല്ലാത്തിനും അവിടെ അത്ര ഞവിടിക്കോ. ആഹാ, കപ്പ ഇങ്ങനെ ഒട്ടയണം. കഞ്ഞിയിൽ കപ്പയും അച്ചാറൊക്കെ ഒട്ടഞ്ഞ് മിക്സ് ആവണം. കണ്ടോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? പൊളിയായിട്ടുണ്ട്. അറിയാലോ, പഴങ്കഞ്ഞി ഭയങ്കര ഹെൽത്തിയാണ്. ഓക്കെ, പഴങ്കഞ്ഞിക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട്. ഭയങ്കര പ്രോബയോട്ടിക് ഫുഡാണ്. ഓക്കെ, അത് നമ്മൾ ഈ ചൂട് സമയത്ത് ഉച്ചയ്ക്കൊക്കെ വേറെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പഴങ്കഞ്ഞി ആയിരിക്കും ബെസ്റ്റ്. ഓക്കെ, നമുക്ക് ആദ്യം ഫിഷ് ഫ്രൈയും ട്രൈ ചെയ്യാം. ഓക്കെ, കാണണ്ട പൊളേ അടിപൊളി. നമുക്ക് ചമ്മന്തിയും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത അടിപൊളി. ഓക്കെ, കൊഴിയാളാണ്. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൊഴിയാളെന്ന് പറയും. ഇതിങ്ങനെ ചാറിലിങ്ങനെ ആക്കി പെട്ടെന്ന് തന്നെ ഒരു രക്ഷയില്ല. ഇങ്ങനെ റൈസ് എടുക്കുക, കപ്പയും
കപ്പയും റൈസും കൂടി ഇങ്ങനെ എടുക്കുക. അത് ലേശം ഇങ്ങനെ 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 വയ്ക്കുക. എന്നിട്ട് റൈസ് വേണോ? കുറച്ച് കപ്പ ഇട്ടോ. പിന്നെ നമുക്ക് ഈ പഴങ്കഞ്ഞി കട വരുന്ന സ്ഥലം അത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഉച്ചക്കട എന്ന് പറയുമ്പോൾ നമ്മൾ പൂവാറിന്ന് എത്ര കിലോമീറ്റർ വരും? ഒരു 3 കിലോമീറ്റർ. പൂവാറിന്ന് ഒരു 3 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഈ കടയിലെത്താം. കടയുടെ പേര് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, കേരള ഹോട്ടൽ. ഓക്കെ, ഇവിടെ ഈവനിങ് ഫുഡ് ഉണ്ടല്ലോ. ഈവനിങ് ഫുഡ് ഉണ്ട്, നമുക്കൊരു ദിവസം അതും എക്സ്പ്ലോർ ചെയ്യാം. ഈവനിങ് എന്തൊക്കെയാണുള്ളത്? അടിപൊളി. ഈവനിങ് ദോശയുണ്ട്, ചമ്മന്തി ഉണ്ട്, നമ്മുടെ രസവട ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, മീൻകറി ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്. സോ ഒരു കുഞ്ഞു ബുഫേ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് അതൊരു ദിവസം ഒന്ന് ട്രൈ ചെയ്യാം. ഇന്ന് നമുക്ക് ഇവനെ പിടിക്കാം. പൂവാർ വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ളവരൊക്കെ ഇവിടെ വന്ന് ജസ്റ്റ് ഈ ഒരു പഴങ്കഞ്ഞി ട്രൈ ചെയ്യണം. പഴങ്കഞ്ഞി മാത്രമല്ല ബാക്കി ഫുഡും അടിപൊളിയാണ്. സോ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. നമുക്ക് ഈ കടയുടെ ടൈം എന്ന് പറയുന്നത് പഴങ്കഞ്ഞി കിട്ടുന്നത് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. നൈറ്റും ഉണ്ട്. നൈറ്റ് നമുക്ക് വരുന്നത് നൈറ്റ് എത്ര മണിക്കാണ്? 5:30 സ്റ്റാർട്ടാവും. 5:30 to 11:30 വരെ ഉണ്ടാവും. സോ അങ്ങനെ നമ്മൾ പഴങ്കഞ്ഞിയുടെ ക്ലൈമാക്സിലോട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ക്ലൈമാക്സ് പഴങ്കഞ്ഞി കുടിക്കുന്ന പഴങ്കഞ്ഞി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ടടങ് 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 ഇങ്ങനെ ആക്കി ഇങ്ങനെ മുളകിൻ്റെ എരിവും തൈരും രസവും ആ എരിവെല്ലാം ചേർന്നിട്ട്, പക്ഷേ പഴങ്കഞ്ഞിയുടെ ഒരു തണുപ്പുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ ഇറങ്ങും ആ ഫീല്. ഈ പണ്ട് പഴയ ആൾക്കാരൊക്കെ രാവിലെ നമ്മൾ പണിക്ക് പോകുമ്പോൾ പഴങ്കഞ്ഞി കഴിച്ചിട്ടാണ് പോകണം. കാരണം വെച്ചാൽ അത്രയും എനർജിയാണത്. ഓക്കെ, സോ അതും ഞാൻ പറഞ്ഞു പ്രോബയോട്ടിക് ഫുഡാണ്, ഭയങ്കര എനർജിയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ് പഴങ്കഞ്ഞി. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഒരുപാട് നമ്മുടെ ഈ നല്ല പഴങ്കഞ്ഞികൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്കിപ്പം നന്നായിട്ട് പുറത്ത് പോയി നല്ല പ്യുവർ പഴങ്കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ പഴങ്കഞ്ഞി ഒരു രക്ഷയില്ല, ഒരു അടിപൊളി പഴങ്കഞ്ഞി ചെയ്തോ. ഞാൻ പറഞ്ഞേ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഫുഡ് ബ്ലോഗിൽ പരിചയപ്പെടുത്താൻ ഭയങ്കര കൺഫ്യൂസ് ആയപ്പോഴാണ് പഴങ്കഞ്ഞിയിലോട്ട് പോയത്. അത് ബെസ്റ്റ് പഴങ്കഞ്ഞിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ശരിക്കും പറയാം അടിപൊളിയാണ്. ഓക്കെ, കാരണം എത്രയാവും പഴങ്കഞ്ഞി വരുന്നത്? എത്ര? 100. ഓക്കെ, നമുക്ക് പഴങ്കഞ്ഞി വരുന്നത് 100 രൂപയാണ്. ഇത്രയും തിങ്സ് കിട്ടുന്ന ഫിഷ് ഉണ്ട്. അതെ, നമുക്കിപ്പോൾ എക്സ്ട്രാ, അതെ, കഞ്ഞിയും നമ്മുടെ മീൻ കറിയും അല്ലെങ്കിൽ നമ്മുടെ കപ്പയും ഒക്കെ എക്സ്ട്രാ അൺലിമിറ്റഡ് ആണ്, എത്ര വേണോ കഴിക്കാം. പക്ഷേ ഫിഷ് ഫ്രൈ മാത്രം നമ്മൾ എക്സ്ട്രാ വേണമെങ്കിൽ വീണ്ടും കാശ് കൊടുക്കണം. ഫിഷ് ഫ്രൈ എത്രയാണ് വരുന്നത്? ഫിഷ് ഫ്രൈ 100 വരുന്നത്. അത് ചെറിയ മീനൊന്നുമല്ല കേട്ടോ, നല്ല സീസൺ സമയത്ത്. അത് അമ്മ കടപ്പുറത്ത് അല്ലേ, കടയിൽ നിന്ന് മോനോ അമ്മ ആരെങ്കിലും രാവിലെ കടപ്പുറത്ത് പോയി ഫ്രഷ് ആയിട്ട് ലേലം പിടിച്ചു കൊണ്ടുവന്ന നല്ല ഫ്രഷ് മീനായിരിക്കും. ഓരോ ദിവസം ഓരോ മീനായിരിക്കും അല്ലേ. ഓക്കെ, ഞാൻ നമ്പർ കൊടുത്തേക്കെ വരെ, അപ്പോൾ വിളിച്ചു ചോദിക്കുക ഏത് മീനാന്നൊക്കെ വേണമെങ്കിൽ. ഇവിടുത്തെ കോൺസെപ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ എങ്ങനെ ഇത്രയും എക്സ്ട്രാ റൈസും ഇതൊക്കെ കൊടുക്കണം അമ്മ പറഞ്ഞു വെച്ചാൽ എന്തോ ഡയലോഗ് പറഞ്ഞില്ല. തരുന്ന പൈസക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കുക. ഓക്കെ, പൈസക്ക് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ആഹാരം കൊടുക്കില്ല അമ്മ. ഓക്കെ, പിന്നെ അമ്മയുടെ വേറെ സ്പെഷ്യൽ ഫുഡുണ്ട്, പറഞ്ഞ ഓർഡർ ചെയ്താൽ ചെയ്തു തരും. നമ്മുടെ ചൂര മീനുണ്ടല്ലോ, ചൂര മീൻ്റെ അടിപൊളി അച്ചാർ ചെയ്തു തരും. നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്ത കൊറിയർ അങ്ങനെയൊക്കെ നോക്കൂലേ, നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്ത കൊറിയറും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പർച്ചേസ് ചെയ്യാം. മറക്കാതെ നിങ്ങൾ ചോദിക്കണം, ചൂര അച്ചാറിൻ്റെ കാര്യം ഇവിടെ ചോദിച്ച് ഓർഡർ ചെയ്യണം. ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, നമ്മുടെ പഴങ്കഞ്ഞി വീഡിയോ നമുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടി പഴങ്കഞ്ഞി മുതൽ കുഴിമന്തി വരെയുള്ള എല്ലാ ഫുഡ് വ്ളോഗ്സും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ബട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? പുതിയൊരു വീഡിയോ ഞങ്ങൾ ഉടൻ വരും. സോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.